ഹലോ, എന്തുണ്ട് വിശേഷം? നമുക്കിന്ന് ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പൊരിച്ച കോഴിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ വാ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ഒരൽപ്പം തൈര് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഓരോ കഷ്ണങ്ങളും തേച്ച് പിടിപ്പിച്ച് 1-2 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി വറുത്തെടുക്കാം. ഉള്ളി വറുത്തെടുക്കാനായിട്ട് കുറച്ച് ഓയിലിലേക്ക് ഒരല്പം നെയ്യും കൂടി ചേർത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ ഉള്ളി നന്നായിട്ട് വറുത്ത് കോരണം. ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഈ വറുത്ത ചിക്കൻ കഷ്ണങ്ങൾ പരുവമായി കഴിയുമ്പോൾ മാറ്റി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കിയെടുക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം ഉള്ളിയിട്ട് ഒരല്പം ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിക്കോളൂ. നന്നായിട്ട് വഴണ്ടത് ഇതേപോലെ വരണം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റോ ഇടാം. പിന്നെ നമ്മുടെ എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് തക്കാളിയും. ഇതിനകത്തേക്ക് മുളക് പൊടിയോ മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ചേർത്തത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ കഷ്ണങ്ങളുമായിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വെച്ചേക്കണം. അതിനുശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ബിരിയാണി റൈസ്, ഞാനിവിടെ ജീര റൈസാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ, അത് ഇതിലേക്കിട്ട് മൊരിച്ച ഉള്ളിയും പിന്നെ പുതിനയിലയും കിസ്മിസ് ഉണ്ടെങ്കിൽ അതും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കണം. എന്നിട്ടിത് തുറക്കുമ്പോഴുണ്ടല്ലോ, അയ്യോ എന്തൊരു മണമെന്നറിയോ. ഇനി നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത്, എനിക്ക് പേഴ്സണലി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഈ ബിരിയാണി ചൂടോട് കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് തണുത്തിട്ട് കഴിക്കുന്നതാണേ നല്ലത്. ഇനി ബിരിയാണിയുടെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും ചമ്മന്തിയും പപ്പടവും സർലാസും കൂടിയാൽ അടിപൊളിയാകും.